ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മൾക്ക് കുറേ ആയിട്ട് ഇപ്പോൾ ഞാനായാലും ഇഫ്രായാലും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഫാമിലിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും റിസോർട്ടിലോ പടച്ചോനെ ആരപ്പത് ഇങ്ങോട്ട് വാ ഇവിടെ വാ. അപ്പൊ ഇവിടെ സ്റ്റൈലായിട്ട് എന്താ യാറൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ സംസാരം കുറിച്ചിട്ട് മുറിയൊക്കെ മാറാന് അത് നിങ്ങളൊന്നും സംസാരം കുറിച്ചിട്ടില്ലല്ലോ. വെള്ളം വെള്ളത്തിന്റെ കാര്യട്ടോ പറയുന്നത്. അപ്പൊ നിക്ക് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ എന്താ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ ഇങ്ങനെ വിചാരിക്കുന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആ ടൈം മുതൽ ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കുന്നതാണ് എല്ലാവരും കൂട്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും റിസോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഒന്നാമത് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിന് നമ്മൾ ദുബായി പോയി. പിന്നെ അങ്ങനെ നമ്മളും കുറച്ച് തിരക്കിലായി. പിന്നെ വർക്കൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നോമ്പായി. അങ്ങനെ ലാസ്റ്റ് ഇപ്പം ഈ ഒരു ടൈമിൽ വെക്കേഷൻ ടൈമിൽ സത്യം പറഞ്ഞാൽ ഒരു റിസോർട്ടിലൊക്കെ പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് എല്ലാവരും കൂട്ടി. പക്ഷെ അത് നടന്നില്ല. ഒന്നാമത് എനിക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ചേഞ്ച് ആക്കാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടായപ്പോൾ അവിടെ കുറേ സ്ഥലത്ത് വിളിച്ചു നോക്കി. പക്ഷെ അവിടെ ഒന്നും സ്ലോട്ട് ഇല്ലാത്തത് കൊണ്ടും നമ്മളിന്ന് എങ്ങടെ പോണത്? ഏത് പാർക്കിക്ക്? ഇന്നലെ പോയതല്ല, നമ്മള് കുറച്ചും കൂടി വലിയ പാർക്കൊക്കെ പോണേ. നമ്മള് സത്യം പറഞ്ഞാൽ കക്കാടംപൊയിലുള്ള സ്കൈ വേവ് പറഞ്ഞ ഇപ്പം നമുക്ക് അൻവർഖാനാണ് പരിചയമല്ലേ. അപ്പോൾ മൂപ്പരതൊക്കെ ആയിട്ടുള്ള ഒരു പാർക്കായിട്ടുള്ള സ്കൈ വേവിക്കാണ് നമ്മൾ പോണത്. ഞാനും ഹനാനും നമ്മളെല്ലാവരും കൂടിയും ഒരു പ്രാവശ്യം നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗുകൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫാമിലിനും കൂട്ടിയിട്ട് ഇന്നിപ്പോൾ അവിടെയാണ് പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ പിങ്കി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ ആയിട്ടുണ്ടാവും എൻ്റെ വീഡിയോസ് കൂടെ അയാളെ കണ്ടിട്ട്. കാലമ്പാ എന്താ പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഈ ചൂടത്ത് ഒരു 40 ഡിഗ്രി ചൂടത്ത് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് ഡബിളും. അപ്പോൾ ഈ കോസ്റ്റ്യൂം നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് AK-47 വുമൻസ് ആൻഡ് കിഡ്സ്. ഇത് AK-47 പ്രോഡക്റ്റ് ആട്ടോ. നല്ല സ്റ്റൈൽ പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മളത് ഇൻ്റെതൊക്കെ ഒരു പ്രൊഡക്റ്റ് തന്നെ വരുന്നത് ഡച്ചിൽ നിന്ന് എടുക്കുന്നതാണ്. ഇവക്കുള്ളത് നമുക്ക് പ്രാവശ്യം പെരുന്നാൾക്ക് എടുക്കാൻ പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ട് ഇതേപോലെ കുറച്ച് ബാഗി ജീൻസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വരും ക്ലിപ്പുകളിൽ കാണാം. അപ്പോൾ ഏതായാലും മറക്കാതെ നിങ്ങൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമ്മൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് എസുണ്ട്. എന്താ വർത്താനം? എടുക്കരുത്. ഇത് കാണിച്ചു കൊടുത്താണീ കണ്ണ് കാണിച്ചു കൊടുത്ത കണ്ണ് കാണിച്ചു കൊടുത്ത കണ്ണാഞ്ചെന്ന് മൂക്കടിക്ക എടുത്തില്ലേ? എന്താ വർത്താനം? എടുക്കാൻ പറ്റില്ല കേട്ടോ, എടുക്കാൻ പറ്റില്ല. എന്താ? അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എല്ലാരും റെഡി ആയിക്കണേ. ഊരല്ലേ വാ, അത് ഇറങ്ങല്ലേ. എന്നാ വരി. ഇവിടെ ഒരാൾ തെറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പിടിച്ചാണ് ഇവിടെ ഓളെ കാട്ടണ്ട. എന്റെ സുന്ദരി ഇങ്ങോട്ട് വരേ. ഇതെന്നാ തെറ്റണേ? കാക്കു വരുവേ. കാക്കൂന്റെ പല്ല്
കാക്കുവിന്റെ പല്ല് പറിച്ച പൂജ പല്ല് വരാത്തുണ്ട്. അതിപ്പോ എന്തിനാ പറഞ്ഞേ? എനിക്കന്നെ നമുക്ക് പോകല്ലേ? 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 നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്കൈ വേവ് പാർക്കിൻ്റെ അവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ആന ഉണ്ട്. ഇഫ്രക്ക് ഇതിൻ്റെ മേലെ കയറണം എന്നാണ് പറയണത്. പരിപാടി നടക്കൂല, എന്നാലും അന്ന് ഞങ്ങൾ വന്നപ്പോൾ അസറും ഓരോ എല്ലാവരും ഇതിൻ്റെ മേലെ കയറി. അത് സെക്യൂരിറ്റി ആയിട്ട് അടി ഉണ്ടാക്കിയാണ്ടാണ് കയറിയിരിക്കണേ. ഇതൊരു കോസ്റ്റ്യൂം ലേഡി തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 11 ആൾക്കാരുണ്ട്. ഇതിൽ ക്യാമറ ബാഗും പിന്നെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളും കേട്ടോ ബാഗിലുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ വണ്ടി. അപ്പോൾ ഏതായാലും നമ്മൾ ഉള്ളിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും ഉണ്ട്. ആദ്യമുണ്ട്, ഇതാ ആയിഷ ഉണ്ട്, യാറൂസ് ഉണ്ട്, ഇതാക്കുന്ന നമ്മളെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ ഇവിടെ. സൈഡിൽ അമ്യൂസ്മെന്റ് അഡ്വഞ്ചർ ഒക്കെ നനയുന്നതിന് മുമ്പ് കയറിയിട്ട് വാട്ടർ ടൈം ഇപ്പോൾ ഇപ്പൊ തന്നെ കഴിയും. ഇപ്പൊ അനൗൺസ് ചെയ്ത് ഇനി ഒന്നും കൂടെ ഉണ്ടാവും. അതും അനൗൺസ് ചെയ്ത് തരും കേട്ടോ. അന്നേരം അങ്ങോട്ടേക്ക് പോയാൽ ഫുഡ് നമുക്ക് റെസ്റ്റോറന്റ് തന്നെയാണ്. അവിടെ ആയിക്കോട്ടെ, വരും എല്ലാവരും വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യം എല്ലാ അമ്യൂസ്മെന്റ് പാർക്കിലുള്ള പോലെ തന്നെ റൈഡ്സിലൊക്കെ കയറിയിട്ട് ലാസ്റ്റാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും ആദ്യം വെള്ളത്തിൽ തന്നെ ഇറങ്ങണം തോന്നുന്നുണ്ട്. യാറൂസൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ വെള്ളം പറഞ്ഞാണ്ട് ഇതാവുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ട്രൗസർ ഇതൊക്കെ മാറ്റി വെക്കുന്നുണ്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കണത് തോന്നുന്നത്. ഉമ്മയും പെണ്ണുമ്മീൻ്റെ ഇവിടെ ഒരു വർത്താനൊക്കെ പറഞ്ഞ് മെല്ലെ വരികയാണ്. എന്താ ഇതിനാണ് വെള്ളത്തിൽ ചാടാൻ വല്ല ഊറ്റാം. അവിടെ ബാക്കി ആൾക്കാരുണ്ട്. സ്കൈ വേവിന്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി ഇതാ യാറൂസ് ഉണ്ട്. യാറൂസ് വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡി ആയിക്കാണ്. ഫസ്റ്റ് നമ്മള് വാട്ടർ റൈഡിന്റെ ഒക്കെ മുന്നേ ഏതെങ്കിലും എല്ലാത്തിലും കയറിയിട്ട് ഫുഡ് കഴിക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിച്ചിട്ട് തുടങ്ങണം. അത് 2 തുടക്കം തന്നെ നമുക്ക് ആദ്യം ഇതിലല്ല അപ്പുറത്തിൽ കയറില്ലേ? അപ്പുറത്തിൽ ഫസ്റ്റ് കേറുമ്പോ എല്ലാരും കയറണം. അപ്പുറത്തില് എല്ലാരും വരി. ഇല്ല, അത് നമ്മക്ക് കയറുള്ളൂ. നമ്മളെ കയറുള്ളൂ ഫസ്റ്റ്. അവിടെ ആളില്ല. 360 വേണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഇതില് കയറി അല്ല, ഇതിൽ നിങ്ങൾ കയറി ഞങ്ങൾ കാണട്ടെ. നിങ്ങൾ കയറി, നിങ്ങളും വരി വരി അല്ലല്ല വരി നടക്കി എടുത്തോണ്ടാ കുഞ്ഞെ. ആ വയ്ക്കും, എടുത്തോണ്ടാ വയ്ക്കൂന്ന്. മമ്മിയോടെ അല്ല, മമ്മിയോടെ? എന്നാ വേഗം കയറിക്കോളി. എന്നാ വേഗം കഴിയും. ആദ്യം കയറി വേഗം കയറിയ വേഗം കഴിയും. കൂക്കാൻ പറ്റൂലേ? ജില്ല വാപ്പ് കയറുണ്ട്. നമുക്ക് ബാലൻസ് ആണല്ലേ? നോക്കി അല്ല, നിങ്ങൾ ആയിക്കോളി. എനിക്ക് വീഡിയോ എടുക്കണം, അതുകൊണ്ടാ. ഇല്ല അല്ല, എനിക്കിത് പറയണം, അതുകൊണ്ടാ. അതൊക്കെ ഞാൻ എത്ര വട്ടം കയറിക്കൂടെ? സീനില്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. നമ്മളിത് കണ്ടാൽ മതി. 2 ആൾക്കാർ, അതിൻ്റെ അമ്മയും എൻ്റെ അമ്മയും. ഇവിടെ 3 ആൾക്കാർ റെഡി ആയിരിക്കുന്നുണ്ട്. ബാപ്പ യാറൂസേ, ബാപ്പ ഇരിക്കണ നോക്ക്.
ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം അനാൻ കയറിയിട്ട് ആകെ കിളി പോയ റൈഡാട്ടോ അത്. ഓ ഓ മാറാ അപ്പൊ മാറാട്ടോ. അതെന്താ വേണമെങ്കിൽ ഇനി കയറാലോ, കുഴപ്പമില്ല. എത്ര വട്ടം വേണമെങ്കിൽ കയറാം. അത് ഇങ്ങനെ മേലക്കവും അതിനെന്താവോ പാവം, എന്താന്ന് അറിയില്ല. ഇതിന് വരുമ്പോ പേടിയാട്ടോ എല്ലാത്തിനും. ഇങ്ങനത്തെ റൈഡ്സ് അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല പേടിയുള്ള ഒരാളാണ്. ഇതിനെ പിടിച്ച് കയറ്റി ഞാൻ കയറും പറയാണ്ട് അത് കുഴപ്പമില്ല, എടുക്കാം. ഞാനിത് ഇങ്ങനെ നിന്ന് കാണും. അവിടെ എല്ലാരും യാറുസേ തണലത്ത് പോയിന്നോ തണലത്തേക്ക് പോയിക്കോ. ആ ആ പറയാണ്ട്. ആ അതിന്റെ പെങ്ങളെപ്പുറത്ത് എത്തിക്കണോ. ഒന്നാമത് ഞാനതാ കയറാൻ ഓളെവിടെ എത്തിക്കണേ. ഓ ഉണ്ടേ, ഓളയും കൂടി നോക്കിക്കളി. ആണോ? തലത്തി മാറിയൊന്നുമില്ല. ബൈ. ഇല്ലേ അതിങ്ങനെ കറങ്ങുള്ളൂ വെറുതെ. വന്ന് നോക്കാൻ പോയിട്ടുണ്ട്. എന്താ ചാടിയ ചുയിങ്കം. എന്തൊക്കെയോ ചാണ്ട്. ഇപ്രാ ഷാള് പിടി, ഷാള് അത് ഷാള് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ലമ്മ, പറഞ്ഞല്ലോ. കഴിഞ്ഞു. ഓളപ്പുറത്തുണ്ട്. ബാബുപ്പേ അനക്കാടണ്ടേ ആദിന്റെ മുഖം കാണി. ആദ്യം ചുവന്നിട്ട് അല്ല ഇച്ച് പേടിയൊന്നുമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ്
അല്ല കേറാം അടുത്തേല് വരാം. അപ്പൊ ഓരോരുത്തർ കേറാൻ തുടങ്ങി. നിങ്ങളില്ലേ? ഇമ്മല്ലേ? മമ്മിയൊന്നുമില്ലേ? വകുപ്പല്ലേ? വകുപ്പല്ലേ? നിങ്ങളില്ല? ഇവിടെ ഇരിക്കണേ വേണ്ടേ? പേടിയൊന്നുമില്ല. അപ്പൊ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇഫ്ര ആയാ ഇപ്പൊ പിന്നെ പേടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെ അത്ര വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇന്റെ ഇപ്പം എല്ലാ റൈഡിലും വരലുണ്ട്, അതുകൊണ്ട് എനിക്കും പേടിയില്ല. ഒരു മൈക്ക് എന്നാ മതി ഇനി. ഉമ്മ വാപ്പാറിനാണ് പുളി മാത്രം കേക്കുണ്ട്. മതി അറിയണ്ട ഇവിടെ. ഓൽക്കൊരു വിഷയമല്ല അതില്. പൂമാത് അങ്ങനെ തന്നെയല്ലേ? നിങ്ങളത്തെ എങ്ങനെ ഇരിക്കണേ? പൂമോള് അനക്കായിരുന്നോ? പൂമോള് തീരുമാനിക്കണേ. ഇവിടത്തൊക്കെ കണ്ട് ഇവര് മൂന്നാൾക്കാർ ആകെ ബേജാറായി കണ്ട് ബായിനോട് ഓപ്പാക്കാനൊക്കെ പറയുന്നുണ്ട്. ഇവിടെ തെറ്റിപ്പോയിട്ടോ. എന്താ നടത്തത്തിനൊക്കെ ഒരു ബ്ലോക്ക് ഒന്നുമില്ല. പേടിയുണ്ടോ? രണ്ടാൾക്കും ഒരു ബെൽറ്റാ ബ്രോ? അങ്ങനെയാണോ? ബെൽറ്റ് ഇട്ടില്ലേ ഇങ്ങനെ ആടും. പേടിയുണ്ടോ അമ്മയെ? നിങ്ങൾ ഇങ്ങനത്തെ റൈഡിലൊന്നും കയറില്ലല്ലോ? എന്താ പേടിച്ചിട്ടൊന്നും കയറില്ല. കുത്താതെ പോയിട്ടോ? അതെ ജൊറ്റക്ക ആര്? ആ കാല് തട്ടൂലല്ലോ? ആ ഇപ്പൊ കുഴപ്പമില്ല. ഇല്ല കുത്താതെ പോണം, അപ്പളാ നല്ലേ. അപ്പള കുത്തുമ്പോ ആകെ ചടക്കും. നീങ്ങാത്തെന്താ? അന്ന് എന്റെ മാത്രം പോണ്. അത് ശരി.
കുത്തിച്ചില്ല. ഓ സിമ്പിളായി ഓട്ടണല്ലോ. നമ്മളീ കഷ്ടപ്പെട്ട് വളക്കാണ്. കുത്തിച്ചൂല. കുത്താതെ പോ. നമ്മള് വെറുതെ തന്നെ കുത്തുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും ഒറ്റക്കൊറ്റക്ക് ഇങ്ങോട്ട് ഒരു വട്ടം കൂടി പോകുന്നുണ്ട്. ഇതിന്റെ രസം പിടിച്ചു തോന്നുന്നു. അവിടെ ആദ്യൻ്റെ മാത്രം 2 ആൾക്കാര്, ബാക്കി എല്ലാരും ഓരോരുത്തർ കേട്ടോ. അങ്ങോട്ടാ മതി, കുഴപ്പമൊന്നുമില്ല, അമർത്തിയാ മതി. ഇഫ്ര കുത്താതെ ഇങ്ങനെ പോ, കുത്താതെ പോ. തിരിച്ച് വാപ്പ, നല്ലോണം തിരിച്ച്. ആ തിരിച്ച് 2 വട്ടം തിരിച്ച്. ഇപ്പുറത്തേക്ക് തിരിച്ച്. ഇപ്പുറത്തേക്ക് തിരിച്ചോളി. ആ അങ്ങനെ തന്നെ. ആ ഗഡി നല്ലോണം തിരിച്ച് വാപ്പ. അതിന് ചവിട്ടി പിടിക്ക്. ആ ഇനി തിരിക്ക്, ഇനി നല്ലോണം തിരിച്ചോളി. ആ തന്നെ. ചവിട്ടി പിടിച്ചോളി വാപ്പ, ചവിട്ടി പിടിക്ക്, നല്ലോണം ചവിട്ടി പിടിക്ക്. ഇനി തിരിച്ച്. മമ്മിയോടെ ഇപ്ര വാപ്പ പഠിച്ചിട്ടോ, വാപ്പ റെഡിയായി. എല്ലാരും കൂടി ഇപ്രാനിട്ട് കുത്തി. മൂന്നാൾക്കാർ ഇവിടെ കിട്ടോ. അപ്പോ ആ ട്രിപ്പും കഴിഞ്ഞു. ഒന്നാമതെന്താ വെച്ചാല് എത്ര വട്ടം വേണമെങ്കിലും കയറാം. അപ്പൊ നമുക്ക് ഇഞ്ഞും വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും ഒരു ഇഞ്ഞു ഇട്ടുതരും, പിന്നെയും വേണമെങ്കിൽ പിന്നെ ഇട്ടുതരും. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇപ്പൊ ഫുഡ് കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ എല്ലാവരും റൈഡിൽ ഇതിലൊക്കെ കയറാണ്ടായതുകൊണ്ട് കുറച്ചാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ, എന്താ പറയുക, നല്ല സ്പേസും ഉണ്ട് ഇവിടെ. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ മുന്നിൽ എപ്പോഴും എന്തെങ്കിലും ഒരു എണ്ണക്കടിയായിട്ട് അവിടെ ഉണ്ടാവും. വല്ല പഴംപൊരിയോ എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുറേ നേരം ചാടി കഴിഞ്ഞാലൊക്കെ വിശക്കൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി വാട്ടർ റൈഡ്സ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പോവാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മളൊരു പുതിയ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആകെ നനഞ്ഞിക്കണേ. വെള്ളത്തിൽ കളിച്ചേരാ. എന്താ പേര്? മുഹമ്മദ്. എവിടെ വീട്? പൂളക്കര. അതെവിടെ? പന്തിരങ്കാവ്. ഏതാരാ? അനിത്യ. എന്ത് പേര്? ആയിഷ. അതൊരു ആയിഷന്. എന്നാ കാണിട്ടോ. ഇനി നിങ്ങൾ യൂട്യൂബിലുണ്ടാവും കേട്ടോ. ബൈ. അപ്പോൾ ഇത് വരുന്നത് കിഡ്സിനായിട്ടുള്ള പാർക്കാട്ടോ. കിഡ്സിനുള്ളതാണിത്. കിഡ്സിന് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാനുള്ള സാധനമുണ്ട്. നമ്മളിപ്പോൾ കയറാൻ പോണത് ഇതാ ഇവിടെയാണ്. അതിൻ്റെ മുകളിലൊരു റോക്കറ്റ് പോലത്തെ സാധനമുണ്ട്. അത് കിട്ടില്ല സാധനം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അനാനും എല്ലാവരും വന്നപ്പോൾ കയറിയിരുന്നതാണ്. നമുക്ക് ആദ്യം അതിൽ പോവല്ലേ? ആരാ പോണത്?
വരി പോയേക്ക. വരി വരി വരി. പ്രഷറിനൊക്കെ പറ്റും, ഗർഭിണികൾക്ക് പറ്റാതെ. വരി, പ്രഷറിനൊക്കെ പറ്റും. വരി വരി. നിങ്ങൾ അതിനെ കജ്ജു പിടിച്ചിക്കണേ. അതിന് കൊഴപ്പില്ലേ, വീഡിയോ എടുക്കാനല്ലേ. മനസ്സിലായി. പോരി പോരി. അങ്ങനെ ഉള്ളിൽ പോയ നോക്കിയാ പോരെ. ചേച്ചിനോട് അതിൻ്റെ ഉള്ളിൽ എന്താണ് ജിംഷാദ് നമ്മളന്ന് കണ്ടിനു. അന്ന് ഹനാന്റെ കൂടെ ഫോട്ടോ എടുത്തില്ല ഞങ്ങള്. അന്ന് നമ്മളെല്ലാരും ഒരുമിച്ചാ വന്നിരുന്ന. ഞങ്ങളൊക്കെ എല്ലാരും ഓ ഉണ്ട്, നമ്മളെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും. പറയും പറയും, എന്തായാലും പറയും. ഓ പറയാം, ഓനും എന്തായാലും ഓർമ്മ ഉണ്ടാവും നിങ്ങളെ. അതാ പറഞ്ഞേ. മനസ്സിലായി. എന്തായാലും പറയാം, അന്വേഷണം എന്തായാലും പറയാം. പറയും പറയും, ഓനെന്തായാലും ഓർമ്മ ഉണ്ടാവും. വരി വരി. ഇത് വന്ന വാ ബാബാ. നടക്ക്. ഞാൻ ഇന്റെ കൈമ പിടിച്ചോ. ഇജ്ജ് വന്ന ഇപ്ര. എന്ത് പേടി. ഓരൊക്കെ പോണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലേനെ. നടക്ക്. ജിന്നെ പിടിച്ചോ. ബാധ്യ ബാബാ വാടാ. എത്ര വലിപ്പല്ലേ, എല്ലാവർക്കും പേടി. നടക്കി. അതിന്റെ ഉള്ളിൽ ആരുമില്ല. ഞങ്ങള് കേറിയത് ഒരു വട്ടം. ഒരു മിനിറ്റ്. അല്ലേ വേണ്ട പോട്ടെ. പിന്നെ പിടിച്ചോ. ഒച്ചയൊക്കെ ഉണ്ടാവട്ടോ. വെരി വെരി ഇല്ലാന്ന്. നടക്കി. കണ്ടോ. അടക്ക് അടക്ക് അടക്ക്. ഒരു വരട്ടെ. ആ വെരി. ഓട് വരേ. ഇപ്പന്റെ മുഖം നോക്ക്. കാറ്റടിക്കണേ. എടാ എടാ പോയിക്കോ പോയിക്കോ. ശരിക്കും ഒറ്റക്ക് വരണം, അപ്പോഴതിന്റെ ഒരു എഫക്റ്റ് ഉള്ളൂ. ഇതെല്ലാരും അവിടെ കൂട്ടത്തോടെ വന്നിട്ട് ഒന്നും അറിയില്ല, ആ കൊച്ചിമുളിയും.
ആരാ? എന്നെ ലൈറ്റ് ആയിട്ട് വല്ലാത്തൊരു പേടിയാ നിങ്ങള്. ഇവരെല്ലാം പേടിച്ചാകെ തീരുമാനായി. എന്താ 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 ആദ്യ തുടക്കം മുതൽ അവസാനം വരെ ഫോണും പിടിച്ച് ഇങ്ങനെ നിക്കുക. ഇതേ നൃത്തം. പേടിച്ചോ? കണ്ടിനു വീഡിയോ പോയി കണ്ടുപോയിക്കൊണ്ടി. അതിനല്ലേ ഫ്ലാഷ് ഇട്ടേ. ഓക്കെ ബ്രോ, ബൈ. വലൈക്കും സലാം. ഇവളാകെ പേടിച്ചാകെ പുടുത്ത മുണ്ടോ. ഇപ്പൊ മുണ്ടണില്ല എന്നോട്. ഫ്രാ പേടിച്ചോ? ഏയ് തീരെ പേടിച്ചില്ല. റൈഡ്സ് സാധനങ്ങളൊന്നും. ചെരുപ്പ് അവിടെ തന്നെ ഈ ഇവിടെ വെച്ചാ മതി. മറ്റേ ഇതൊന്നും പേടിയില്ല, റൈഡ്സ് സാധനങ്ങളൊന്നും പേടിയില്ല. പക്ഷെ മറ്റേ പ്രേതം ഭൂതം അതേപോലെ ഇരുട്ട് ഇതൊക്കെ പേരും പേടിയാ മോനെ. ഇരുട്ടത്തുനിന്നൊക്കെ ഉണ്ടല്ലോ പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി റൈഡ്സിക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അറിയില്ല, വെള്ളത്തിൽ ഉള്ളതായതുകൊണ്ട്. എന്തായാലും മാക്സിമം വീഡിയോസ് എന്തായാലും എടുക്കും. അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ മെയിൻ പൂള് വരുന്നത്. മെയിൻ പൂൾ കേട്ടോ. അതിൻ്റെ വ്യൂ സെയിം വ്യൂ ആണ്. ഇപ്പോൾ വെയിലായതുകൊണ്ട് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവുണ്ട്. പക്ഷേ നല്ല ക്ലൈമറ്റുമാണ്. ചൂടുണ്ട് എന്നാൽ ചൂടില്ല, അങ്ങനത്തെ ടൈപ്പ് ക്ലൈമറ്റ് ആട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇഫ്രയും അതേപോലെ ആദിൻ്റെ പെങ്ങളും ആയിഷയും അറിയണല്ലോ അതിൽ കയറാൻ പോവാണ്. അപ്പോൾ ആരോ വരുന്നുണ്ട് തോന്നണേ. നോക്കട്ടെ ആരാണ്. പുറപ്പെട്ടിക്കണാവല്ലേ. ആരോ വരുന്നുണ്ട്. ഇതറിയാത്ത ആൾക്കാരാണല്ലോ. ഇതാ പോണ്. ഇത് തോന്നണം അടുത്തത് മിക്കവാറും ഒരേ കാരം. അടുത്ത ടീം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതാ ഒരാൾ പോണ്. പോണ്. ആരോ വരുന്നുണ്ട്. കാണാത്ത പോന്നിട്ടില്ലേ? പോന്നിങ്ങനെ ചെക്കൻ്റെ എക്സ്പ്രഷൻ. ഇത് ഇഫ്രാണോ സംശയം ഒച്ചയിട്ടിട്ട്. പോണ് ഇഫ്രന്നെ. അടുത്ത അപ്പം എന്തായാലും ആദ്യം ആയിഷയാവും. ആയിഷയും വരുന്ന എന്തായാലും കാണാം. പോരും ഒരു വരുന്നില്ലേ വരുന്നുണ്ട് തോന്നുന്നു. ഒച്ച കേൾക്കണ്ടേ? അവിടുന്ന് കേൾക്കണ്ട ഒച്ച. പോണിമ്മേ അവിടെ എത്തി. ആദ്യം എന്റെ 100 കിലോനാണ് അവിടെ എത്തിയേ. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നിക്കണേ. പോണേ. മമ്മി ആരോടും മുണ്ടാതെ ഒറ്റക്ക് സിപ്ലൈന് പോകാൻ പോണ്.
ഫുൾ കലിപ്പില് പോണേ അടുത്ത മമ്മിയാണ്. എടാ ആദ്യേ അതാരൊക്കെ നോക്ക്. ഓയ് ആരോടും ഉണ്ടാതെ ഒറ്റക്ക് പോയിട്ട് നോക്കുമ്പോ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിക്കണ്. അടിച്ചാടിക്കോളി. ചാടി അതാ വാണ്ടേ അതാ ഞങ്ങൾ പോയേക്ക്. ഇതിനെന്താണ് ചാടിയാ മതി. അതാ പോയോ ചേച്ചി ആട്ടി വിട്ട് ഇജ്ജ് കേറിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയാ മതി. അവിടുന്ന് കേറാ അല്ല തന്നെ ഇവിടുന്ന് തള്ളി താഴെടുന്ന്. ചേച്ചിമാരൊക്കെ കൊറേ ആൾക്കാരെ കാണണല്ലേ. ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ചേച്ചി ആട്ടി വിട്ട് അവിടുന്ന് താഴത്ത്. അപ്പൊ പോയി പോയി ഇപ്പൊ സാറായി. പോട് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഞങ്ങള് പോണല്ലേ. ഇതാക്കണ കണ്ടോ 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 എങ്ങനെയാന്ന് കണ്ടോ. ആ ചെക്കന്റെ വലിപ്പം നോക്ക എന്റെ വലിപ്പം നോക്കുക. പോയി അതന്നെ പറഞ്ഞേ. ഞാൻ അടിക്ക് വേഗം ഓടട്ടെ. അതല്ല എനിക്ക് അടിയിൽ എടുക്കാൻ വേണ്ടിട്ടോ. ഇവിടെ എത്തിയോ? ഓക്കെ ആദ്യം അപ്പൊ ഇഫ്ര വരുന്നേ പറഞ്ഞു കേട്ടോ. ഒരു വരാൻ പോവാണ്. എൻ്റെ ഉള്ളിൽ കയറി വരും ആയാ മതി. ക്ലോസ് ചെയ്തിരിക്കണം. ഇപ്പൊ വരുവേ. വരുന്നുണ്ട്. ഇങ്ങനെയുണ്ട്. ആദ്യം കയറുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. പേടിയാവും. ചെറിയ കാളിലെ ആള് അവിടുന്ന് കിട്ടണ്ടി ഇനി അവന്റെ മുഖം. ഇപ്പൊ വരും. ഏതായാലും ഓൻ കുറച്ച് ദൂരം പോട്ടോ. വരുന്നു. ആദ്യ ആകെ നനഞ്ഞ് മൈക്കൊക്കെ ഫുള്ള് നനഞ്ഞ്. എന്ത് വരെ മതി വന്ന്. അപ്പൊ ഇവിടെ ഇല്ലില് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാട്ടോ ഇത്. ഇപ്പൊ എന്തായാലും ഞാനും കുറച്ചു നേരം റൈഡ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യട്ടെ. എന്തായാലും വെള്ളത്തിലത്തെ പരിപാടി കാര്യങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹായ്
അറിയാം. ഫ്രണ്ടല്ലേ എന്താ പേര്? എന്റെ പേരെന്താ? അതിത് സുഹൃത്തുക്കളെ, അവസാനത്തെ വേവ് പൂൾ സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഇത് കാണിച്ചെടുത്താ സ്കൈ വേവത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആകെ വെള്ളത്തിൽ ചാടി ഇപ്പോൾ കുറേ വെള്ളമൊക്കെ കുടിച്ച് മുങ്ങി 2-3 വട്ടം മുങ്ങിക്കണെന്ന്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒരു 6:45 ആയിട്ടോ. നമ്മൾ ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം സെറ്റായി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അന്ന് നമ്മൾ വന്നപ്പോഴും ഫീലായത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പാർക്ക് എന്നുള്ളതിനുപരി ഇത്രയും എനിക്ക് തോന്നണേ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാവില്ല. ഇത്രയും ചുറ്റുമലൻ്റെ നടുവിലൊരു പാർക്ക്. നമ്മൾ പൂളിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഭയങ്കര വ്യൂ ആണ്. ഇവിടെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആണ്, നല്ല കാറ്റും, എന്താ പറയുക, ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഇത്രയും പെരും വെയിൽ, എല്ലായിടത്തും ഭയങ്കര വെയിലാണെങ്കിലും ഇവിടെ വരുമ്പം നല്ലൊരു ഫീലാണ്. എന്തൊക്കെ പറയുകയാണെങ്കിലും എനിക്കെന്താ പറയുള്ളത്, ഇവിടെ എന്താ വെച്ചാൽ വെള്ളത്തിലാണ് മുങ്ങിയതിന് ശേഷം ഇങ്ങനെയാണ് അങ്ങനെ പഠിക്കണം. അതുവരെ ഹൈ ആയി, പിന്നെയാണ് ലോ ആയി. അപ്പോൾ ഏതായാലും നിങ്ങൾ ഫാമിലി ആയിട്ടോ ഇപ്പോൾ ഫ്രണ്ട്സായിട്ടോ ഇപ്പോൾ ഒരു 1 ഡേക്കൊക്കെ എങ്ങോട്ടേലൊക്കെ പോകാൻ പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് വാട്ടർ റൈഡ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ കിഡ്സിനുള്ളത്, ഇത് മൊത്തം കിഡ്സിൻ്റെ കേട്ടോ സത്യം പറഞ്ഞാൽ. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ആ ഫസ്റ്റ് കയറിയ ആ റൈഡ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ ആകെ പേടിച്ച് നോലോളിച്ചേ അത്. പിന്നെ ഫുഡിനാണെങ്കിലും വെള്ളം കാര്യങ്ങളും എല്ലാത്തിനും ഉള്ളിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്കെല്ലാം കൊണ്ടും സുഖമാണ്, ഒന്നിനും കുടുങ്ങൂല. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു പാർട്ണർ ഉള്ളത് നമ്മളെ ഒക്കെ പരിചയമുള്ള നമ്മളെ അൻവർക്കാണ്, വൈക്കടവുള്ള. അപ്പോൾ മൂപ്പരാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇപ്രാവശ്യം വന്നപ്പോഴും ഒക്കെ നമുക്കിവിടെ ഇപ്പോൾ എൻട്രിൻ്റെ അവിടെയാണെങ്കിലൊക്കെ സെറ്റാക്കി തന്നത്. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇനിയും ഇതേപോലെ എവിടെയെങ്കിലും സ്റ്റേക്കും കാര്യങ്ങളൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കട്ടെ അല്ലേ? ഞങ്ങളെ പോക്കും നടക്കട്ടെ ഈ മാസത്തെ. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ ഈ മാസം. അപ്പോൾ പുതിയ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ എന്തായാലും ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. എല്ലാവരും പോയി, നമ്മളെ 2 വണ്ടി മാത്രമുണ്ട്.